കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരിച്ച ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ പരാതി. ഗുരുവായൂർ ദേവസ്വമാണ് പോലീസിൽ പരാതി നൽകിയത്. വിലക്ക് മറികടന്ന ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ്. സോ എല്ലാവരും സ്റ്റോറി കണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ റീലും കണ്ടു കാണും. ഇന്ന് രാവിലെ മുതൽ ജാസ്മിൻ്റെ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലാകെ. അപ്പോൾ ആ ഒരു റീലിൻ്റെ അടിഭാഗത്ത് ഒരുപാട് പേര് ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യുന്നത് കണ്ടു. ഓക്കെ, സത്യത്തിൽ അതൊരു നല്ല പ്രവൃത്തിയല്ല. കാരണം ആ വ്യക്തി അറിയാത്ത കാര്യമാണ് ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യണമൊക്കെ. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ജാസ്മിൻ ചെയ്ത് തെറ്റാണെന്ന് ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. ജാസ്മിന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി ഞാൻ വായിപ്പിച്ചു തരാം. സ്റ്റേഡിൽ കൊടുക്കുക സ്റ്റോറി. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ജാസ്മിൻ തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാണ് അറിയത്തില്ല. പക്ഷേ ഇതിന് മുമ്പും ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നത്, അത്തരം സ്ഥലങ്ങൾ ചിത്രീകരിച്ചത് ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാവരും അറിഞ്ഞു കാണും. ജാസ്മിൻ അതൊക്കെ കണ്ടിട്ടില്ല, അറിയത്തില്ല. പക്ഷേ അതൊക്കെ അതിൻ്റെ ബാക്ക് നടന്നോളൂ. ഓക്കെ, പക്ഷേ ആ ഒരു കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ പല ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ താഴേക്കൊരു പേര് ഇങ്ങനെ മെൻഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, അത് സത്യത്തിൽ ഒരു ചീപ്പ് പരിപാടിയില്ല അല്ലേ? ഒരു വ്യക്തി അറിയാത്ത കാര്യത്തിന് ഒരു വ്യക്തി ചെയ്തൊരു തെറ്റാണെങ്കിൽ പോലും തെറ്റാണെന്ന് സമ്മതിച്ച്, സോ ആ തെറ്റിന് വേറൊരു വ്യക്തിനെ മെൻഷൻ അടിച്ച്